يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله الذي سبحت بحمده جميع الكائنات وخضعت لعظمته الأرض والسماوات، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയുകയാണ്, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെടുകയാണ്. എന്താണ് അവിടുത്തോട് ചോദിക്കപ്പെട്ടത്? സുഇല അയ്യുൽ കലാമി അഫ്ദൽ, വാക്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ വാക്യം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, മസ്തഫല്ലാഹു ലിമലായികതിഹി ഔ ലിഇബാദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകൾക്കും അതല്ലെങ്കിൽ അവന്റെ അടിമകൾക്കുമൊക്കെ എപ്പോഴും പ്രഖ്യാപിക്കുവാനും ചൊല്ലാനും പറയാനുമൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന കലാമാണ്, വാക്യമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ വാക്യം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹ്. അതല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതുമല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അതുപോലെ തന്നെ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. അതുപോലെ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ തസ്ബീഹ് ചൊല്ലുവാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഇതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയുന്നത്, റബ്ബിന് ഏറ്റവും പ്രിയങ്കരമായ, ഏറ്റവും ശ്രേഷ്ഠകരമായ വാക്യമാണ് പറയുന്നത് എന്ന്. എന്തുകൊണ്ട്? എന്താണ് സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്?
അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അള്ളാഹുവിന് യോജിക്കാത്ത, റബ്ബിന് നിരക്കാത്ത, അവനെക്കുറിച്ച് ഒരിക്കലും പറയാനോ എഴുതാനോ വിശ്വസിക്കാനോ പാടില്ലാത്ത 100 കൂട്ടം അനാവശ്യമായ വിശ്വാസങ്ങളും കാര്യങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ പേരിൽ ഇവിടെ ലോകത്ത് പലരും പറയുന്നുണ്ട്, എഴുതുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം അല്ലാഹു മഹാപരിശുദ്ധനാണ്. ആ വക വിശ്വാസങ്ങളൊന്നും എനിക്കില്ല. എന്റെ റബ്ബ് ഇതിൽ നിന്നെല്ലാം മഹാപരിശുദ്ധനാണ് എന്നാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. സുബ്ഹാന എന്നാണ് അതിലെ ആദ്യ വാക്ക്. സുബ്ഹാന എന്ന് പറഞ്ഞാൽ ഉസബ്ബിഹു എന്നാണ് അറബിയിൽ അതിന്റെ മറ്റൊരു മറുവാക്യമായി പറയാവുന്നത്. അഥവാ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം. ആരെ? അല്ലാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധൻ. അപ്പൊ റബ്ബിന്റെ മഹത്വം, അവന്റെ സമ്പൂർണത, അവന്റെ മഹാകഴിവ്, ഇതൊക്കെ നമ്മെ അറിയിക്കുന്ന, ലോകത്തെ അറിയിച്ചിട്ടുള്ള വാക്യമാണത് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും അതിന്റെ കൂടെയുള്ള പല ദിക്റുകളിലും അതിന്റെ സമ്പൂർണതയെ അറിയിക്കുന്ന പദങ്ങൾ കൂടി ചേർത്തുകൊണ്ട് പറയാറുണ്ട്. ഒന്ന് അവനെ സ്തുതിച്ചുകൊണ്ട് പറയാറുണ്ട്, അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുമ്പോൾ അവനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ അവനെ പരിശുദ്ധപ്പെടുത്തുക. മറ്റൊന്ന് അവന്റെ മഹത്വം, അവൻ മഹാനാണ് എന്നുകൂടി ചേർത്തുകൊണ്ട് നമ്മൾ ആ ദിക്ർ പറയാറുണ്ട്. അപ്പോഴാണ് സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് നമ്മൾ ആ ദിക്റിൽ പരിപൂർണമായി കൊണ്ട് തന്നെ ചേർത്ത് അത് പറയാൻ പഠിപ്പിക്കപ്പെട്ട ഇടങ്ങളിൽ നമ്മൾ പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിക്റാണത്. പ്രപഞ്ചം മുഴുവൻ ഈ പ്രകീർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. നമുക്കത് വിശ്വസിക്കാനോ നമുക്കത് ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ സാധിച്ചില്ലെന്ന് വന്നേക്കാം. പക്ഷേ ഉൾക്കൊണ്ടേ പറ്റൂ. ലോകത്ത് നമ്മൾ മാത്രമല്ല റബ്ബിന്റെ ഇവിടെ ചരാചരങ്ങളായി ജീവനുള്ളവയും അല്ലാത്തവയുമായ ധാരാളക്കണക്കിന് ലക്ഷോപലക്ഷം സൃഷ്ടികൾ ഈ ലോകത്തുണ്ട്. ആലം എന്ന് പറഞ്ഞാൽ തന്നെ പ്രപഞ്ചം മുഴുവനുമാണ്. മാസിവൽ ബാരി, അതല്ലെങ്കിൽ മാസിവല്ലാഹ്, അല്ലാഹു ഒഴികെയുള്ളതിന് മുഴുവൻ പറയുന്ന പേരാണ് അൽ ആലം. ആ ലോകം മുഴുവൻ അവനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. ലോകം മുഴുവൻ അവനെ പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതൊക്കെ നമ്മൾ ഓതുന്ന ഖുർആനിലുണ്ട്. പക്ഷെ അർത്ഥമറിയാതെ നമ്മൾ പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്കിതൊന്നും ഗ്രാഹ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സങ്കടം. സൂറത്തുൽ ഇസ്റാ 44-ാമത്തെ വചനം കേട്ടു നോക്കൂ. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു വമൻ ഫീഹിന്ന വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അല്ലാഹു പറയാണ്, അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ? ആരൊക്കെ? അസ്സമാവാതുസ് സബ്ഉ, സപ്താകാശങ്ങളും 7 ആകാശങ്ങളും, വൽ അർദു, ഭൂമിയും, വമൻ ഫീഹിന്ന, 7 വാനങ്ങളിലും 7 ഭൂമികളിലുമുള്ള സർവ്വതും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇതിൽ ഒന്നും ഒഴിവല്ല. വഇൻ മിൻ ശൈഇൻ, ഏതൊരു വസ്തുവുമില്ല, അഥവാ റബ്ബൊഴികെയുള്ള മുഴുവൻ വസ്തുക്കളും, ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു സംശയം, നമ്മുടെ തസ്ബീഹ് നമുക്ക് മനസ്സിലാകും. മറ്റുള്ളവയൊക്കെ എങ്ങനെയാണ് ഈ തസ്ബീഹ്? എങ്ങനെയാണ് സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ തസ്ബീഹ്? എങ്ങനെയാണ് കല്ലുകളുടെ തസ്ബീഹ്? ചെടികളുടെ, മരങ്ങളുടെ, വാനങ്ങളുടെ തസ്ബീഹ് എങ്ങനെയാണ്? അല്ലാഹു പറയുന്നു, വലാകിൻ, പക്ഷേ, ലാ തഫ്ഖഹൂന തസ്ബീഹഹും, ഇവരുടെയൊക്കെ തസ്ബീഹ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഗ്രാഹ്യമാകുന്നില്ല എന്നേയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. നമുക്ക് മനസ്സിലാകാത്തതൊന്നും ഇവിടെ ഇല്ല എന്ന് ഇവിടെ ഒന്നും ഇപ്പൊ ആരും പറയൂല. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. എനിക്ക് മനസ്സിലായത്, ഞാൻ കണ്ടത്, ഞാൻ കേട്ടത് ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയാൻ ഇന്ന് ഒരാൾക്കും കഴിയൂല. അത്രത്തോളം ലോകം പുരോഗമിച്ചൊരു കാലത്താണ് നമ്മൾ ഇന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊക്കെ
ഇതൊക്കെ റബ്ബിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവൂല എന്നേയുള്ളൂ. ഇനിയോ റബ്ബിന്റെ അർശിനെ ചുമന്നുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ മലക്കുകള്, അതിന്റെ ചുറ്റുഭാഗത്തുമുള്ള മലക്കുകൾ, അവരെ കുറിച്ച് പറഞ്ഞിടത്ത്, അതുപോലെ തന്നെ വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളെ കുറിച്ചും പറഞ്ഞിടത്ത് ഒക്കെ പറയുന്നുണ്ട് അവരൊക്കെ റബ്ബിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ് നിരന്തരം, ഒരു തളർച്ചയും ക്ഷീണവും ബാധിക്കാതെ എന്ന്. അതുപോലെ തന്നെ ഇവിടെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷിപറവാദികൾ, ചിറക് വിരിച്ച് പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ പോലും എല്ലാം അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നുണ്ട്. അക്കാര്യം പറഞ്ഞത് സൂറത്തു നൂറിലെ 41-ാമത്തെ വചനത്തിലാണ്. എന്നിട്ടല്ല പറയാണ്, ഓരോ വസ്തുക്കൾക്കും അവയുടേതായ പ്രാർത്ഥനയും അവയുടേതായ തസ്ബീഹുകളുമൊക്കെ അറിയാം. എല്ലാത്തിനും അറിയാം അവ എങ്ങനെയാണ് റബ്ബിനെ പരിശുദ്ധപ്പെടുത്തേണ്ടത്. അതൊക്കെ അവയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃത്യാ അറിവ് നൽകപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് അവയൊക്കെ ഇവിടെ കൃത്യമായി അവയുടെ ഡ്യൂട്ടി നിർവഹിച്ചു പോരുന്നുണ്ട്. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന സർവ്വ കാര്യങ്ങളും അല്ലാഹു വളരെ നന്നായി അറിയുന്നവനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സുബ്ഹാനല്ലാഹ് ഒരുപാട് പറയുന്നുണ്ട്. ഇക്കാര്യം ലോകത്ത് ഒരു വസ്തുവും നിർവഹിക്കാത്തതില്ല. ഈ പരിശുദ്ധിയെ വാഴ്ത്തുവാൻ ലോകത്ത് ഒരു വസ്തുവും വൈമനസ്യം കാണിക്കുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ അനവധി തവണ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ട് തസ്ബീഹുകൾ ഉരുവിടാറുണ്ടായിരുന്നു. മഹാനായ മൂസാ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം, സുബ്ഹാനക ഇന്നി തുബ്തു ഇലൈക വ അന അവ്വലുൽ മുഅ്മിനീൻ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ തസ്ബീഹിനെ പറ്റി അല്ലാഹു പറയാണ്. ഒക്കെ ഈ ആശയമാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട ആ വളരെയേറെ പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ തസ്ബീഹ് ചൊല്ലാൻ മറന്നില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പോലും തസ്ബീഹ് ചൊല്ലി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനവധി ആയത്തുകളിലൂടെ റബ്ബിന്റെ കൽപ്പനയുണ്ട്, തസ്ബീഹ് അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം. വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹുഹു ലൈലൻ തവീലാ. രാത്രിയിൽ ഏറെ താങ്കൾ നമസ്കരിക്കുക, സുജൂദ് ചെയ്യുക, അല്ലാഹുവിനെ രാവേറെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുക അല്ലാഹുവിന്റെ റസൂലിനോട്. അതുകൊണ്ട് തന്നെ ഹദീസുകളിൽ കാണാം, ആനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി സുദീർഘമായി നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന മഹാവ്യക്തിത്വമാണ്. നമുക്കും ആ കടമയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് അത് നിർബന്ധമായിരുന്നു, പക്ഷേ നമുക്കത് സുന്നത്താണ്. നമ്മൾ എത്ര പേര് നിർവഹിക്കുന്നു എന്നുള്ളത് നമ്മോട് നമ്മൾ ചോദിക്കേണ്ടതാണ്. ആ സുജൂദിൽ ദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിന്റെ കൽപ്പന പ്രകാരം സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, അവൻ എല്ലാ പോരായ്മകളിൽ നിന്നും പരിശുദ്ധനാണ് എന്നിങ്ങനെയുള്ള ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൽ ഫർള് നമസ്കാരങ്ങളുടെ ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ നമ്മൾ പറയാൻ പഠിപ്പിക്കപ്പെട്ടവരാണ്. നമ്മളിത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ആശയം ഉണ്ടാകാറുണ്ടോ? നമ്മൾ കേവലം സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ വിരലുകൾ മടക്കി ഹൈ സ്പീഡിൽ ദിക്റുകൾ ചൊല്ലിപ്പോവുകയല്ലാതെ എന്താണ് ഞാൻ എന്റെ നാവ് കൊണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ദിക്റിന്റെ ആശയമെന്ത് ഇതറിഞ്ഞ് പറയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് കൃത്യമായ വഴി കാണിക്കുന്ന ആശയങ്ങളുടെ സ്രോതസ്സുകളാണ്, വഴിവിളക്കുകളാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണർന്നെഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ചൊല്ലിപ്പറയേണ്ടുന്ന ദിക്റുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ആശയങ്ങൾ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് നമ്മൾ വഴിപിഴച്ചു പോകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ നിലക്ക് റബ്ബിനെ വാഴ്ത്തുവാനും അവനെ സ്തുതിക്കുവാനും അവനെ പ്രകീർത്തിക്കുവാനും തൗഫീഖ് നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده
والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ചേർത്ത് അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ് പറയാൻ ഒരുപാട് തവണ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ കേട്ടുകഴിഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ വാക്കാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇത് രാവിലെയും വൈകുന്നേരവും ഒക്കെ പറയാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ ദിക്റുകളിൽ പ്രഭാതത്തിൽ ചൊല്ലിത്തീർക്കേണ്ട ദിക്റുകളുണ്ട്. അഥവാ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ്, സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ ഇടക്ക് ചൊല്ലിത്തീർക്കേണ്ട കുറെ ദിക്റുകളുണ്ട്. അതുപോലെ തന്നെ അസർ നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെയായി നിർവഹിക്കേണ്ടുന്ന ദിക്റുകളുണ്ട്. അദ്കാറുസ് സബാഹ് എന്ന് പറയും പ്രഭാത ദിക്റുകൾക്ക്, അദ്കാറുൽ മസാ എന്ന് പറയും വൈകുന്നേര ദിക്റുകൾക്ക്. ഇതൊക്കെ നമ്മൾ കൃത്യമായി നിർവഹിക്കേണ്ടവരാണ്. ആ കൂട്ടത്തിൽ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. 100 തവണ നമ്മൾ പറയണം. രാവിലെയും പറയണം, വൈകുന്നേരവും പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ആരെങ്കിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അവനേക്കാൾ വലിയ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി വന്ന ഒരാൾ വേറെ കാണില്ല. അതുപോലെ ചെയ്തവനൊഴികെ, അല്ലെങ്കിൽ അതിലപ്പുറവും ചെയ്തവനൊഴികെ, അത്രത്തോളം മഹാത്മ്യമുണ്ട് ഈ ദിക്റിന് എന്നാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫർദ് നമസ്കാരങ്ങളുടെ പിറകെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുന്നു. ഇങ്ങനെ ധാരാളം സമയങ്ങളിലുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എണ്ണവും കണക്കുമില്ലാതെ പറയാനാ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, നമ്മുടെ നന്മയുടെ ത്രാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന വാചകങ്ങൾ, റഹ്മാനായ റബ്ബിന് ഏറ്റവും പ്രിയങ്കരമായത്, നാവിന് കൊണ്ട് പറയാൻ എളുപ്പമുള്ള വാചകങ്ങൾ. ആർക്കാ ഈ കൂട്ടത്തിൽ ഇത് പറയാൻ അറിയാത്തത്? അത് അധികരിപ്പിക്കുന്നു. എത്രത്തോളം നമ്മുടെ നന്മയുടെ ത്രാസിൽ അത് കനം തൂങ്ങുന്നു, അത് നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റുകൾ, തസ്ബീഹുകൾ അധികരിപ്പിക്കാൻ പറഞ്ഞത് പല കാരണങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് പറഞ്ഞു, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. സൂറത്തുൽ ഹിജ്റിന്റെ അവസാന ഭാഗം. നബി തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന, നബിയേ, നാം ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്, അന്നക യദീഖു സദ്റുക, നിങ്ങളുടെ മനസ്സിന് വല്ലാതെ വിഷമം വരുന്നുണ്ട്, ബിമാ യഖൂലൂന, അങ്ങയെക്കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ചൊക്കെ ശത്രുക്കൾ പലതും പറയുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയണം. നബിതങ്ങൾക്ക് വല്ലാത്ത വിഷമുണ്ടായിരുന്നു. ഇത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ എന്റെ സമൂഹത്തോട് യഥാർത്ഥമായ വിശ്വാസവും ആചാരവും പഠിപ്പിച്ചിട്ട് പല ആളുകളും അതിനെ നിഷേധിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്നുള്ളത് സ്വാഭാവികമായും അവിടുത്തേക്ക് വലിയ വിഷമുണ്ടായിരുന്നു. അവിടുത്തെ ആളുകൾ പരിഹസിച്ചിരുന്നു, കുറ്റം പറഞ്ഞിരുന്നു, പീഡിപ്പിക്കാൻ നോക്കിയിരുന്നു, ദ്രോഹിക്കാൻ നോക്കിയിരുന്നു. അതൊക്കെ അവിടുത്തേക്ക് മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടായപ്പോ അല്ലാഹു തആല ആശ്വസിപ്പിക്കുകയാണ്, നബിയെ, അവര് പറയുന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത് എന്താ? മനസ്സ് വിഷമിക്കുമ്പോ പരിഹാരം എന്താ? അല്ലാഹു തആല പറഞ്ഞു കൊടുത്ത പരിഹാരമാണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ടത്. അള്ളാന്റെ റസൂലിന് മാനസികമായ വിഷമുണ്ടായപ്പോ റബ്ബ് പറഞ്ഞു കൊടുക്കുന്ന ഔഷധം, മരുന്ന്, പരിഹാരം എന്താണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. നീ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ വാഴ്ത്തിക്കോളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അധികരിപ്പിച്ചോളൂ. അതർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെയും മനസ്സിന്റെ ടെൻഷനുകൾ അകലും. വകും മിനസ് സാജിദീൻ, താങ്കൾ സുജൂദിലായി കൊണ്ട് കഴിഞ്ഞോളൂ.
അഥവാ നിസ്കാരം അധികരിപ്പിക്കാൻ. വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒതു എടുത്ത് നിസ്കരിച്ചു നോക്കും. നിസ്കാരത്തിലൂടെ വിഷമങ്ങൾ തീരും. നമുക്ക് തീരുന്നില്ല എന്നാണോ? എങ്കിൽ നിസ്കാരത്തിന്റെ അകത്ത് നമ്മൾ പറയുന്ന ആശയങ്ങൾ നമ്മുടെ തലയിൽ കയറുന്നില്ല. എന്റെ ടെൻഷനുകൾ അകലാത്തതിന്റെ കാരണം അതാണ്. ഞാൻ നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ അകത്ത് എന്റെ റബ്ബിനോട് ഞാൻ പറയുന്ന ആശയങ്ങൾ എന്റെ മസ്തിഷ്കത്തിലേക്ക് കയറാതെ കേവലം ചില വാചകങ്ങൾ പറയലായി മാത്രം എന്റെ നമസ്കാരങ്ങൾ അധപ്പതിക്കുന്നു. അങ്ങനെ വരുമ്പോ എനിക്ക് നിസ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല എന്ന് ശൈത്താൻ തോന്നിപ്പിക്കും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് മനസ്സിന് നല്ല സംതൃപ്തി ഉണ്ടാകാൻ അള്ളാന്റെ റസൂലിനോട് അതും അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിന് നല്ല തൃപ്തിയും സമാധാനവും ഒക്കെ കിട്ടാൻ നിങ്ങൾ ഈ തസ്ബീഹുകൾ അധികരിപ്പിച്ചോളൂ, ദിക്റുകൾ അധികരിപ്പിച്ചോളൂ. രാവിലെയും വൈകുന്നേരവും രാത്രികളിലും പകലിന്റെ സമയങ്ങളിലും ഒക്കെ നിങ്ങൾ ദിക്റുകൾ അധികരിപ്പിച്ചോളൂ. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചേർത്ത് മനസ്സിലാക്കണം. ഈ ദിക്റുകളൊക്കെ നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിൽ പല തവണ ആവർത്തിക്കുന്നുണ്ട്. നമ്മളെ റുകൂഉ സുജൂദുകളിൽ പറയുന്നുണ്ട്, നിസ്കാരത്തിന്റെ ശേഷം പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഘട്ടങ്ങളിൽ പ്രത്യേകം പറയാൻ പഠിപ്പിക്കപ്പെട്ടവയുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മെ കൊണ്ട് ഇങ്ങനെ ഈ സുബ്ഹാനല്ലാഹ്, അതുപോലെ റബ്ബിന്റെ ദിക്റുകൾ, റബ്ബിനെ പുകഴ്ത്തുന്ന അവനെ വാഴ്ത്തുന്ന ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കുന്നത് എന്തിനാ? നമ്മുടെ വിശ്വാസം പഴക്കാതിരിക്കാനാണ്. ഞാനൊരു മുസ്ലിമാണ് എന്നുള്ള ഓർമ്മ എനിക്ക് വേണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, കേവലം ഇസ്ലാമികമായ നിലക്കുള്ള ചില കാര്യങ്ങൾ അംഗീകരിച്ചതുകൊണ്ട് മുസ്ലിമാവില്ല. പിന്നെ എന്ത് വേണം? അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള ചങ്കൂറ്റം, ധൈര്യം വേണം. അത് വേണം ഒരു വിശ്വാസിക്ക്. അത് അവന് സാധിക്കണമെങ്കിൽ ഞാൻ കൊണ്ടു നടക്കുന്ന വിശ്വാസം മാത്രമാണ് സത്യം. അല്ലാത്തവ ഈ ലോകത്ത് പലർക്കും പലതും വിശ്വസിക്കാം, ആചരിക്കാം. പക്ഷേ അതൊന്നും സത്യങ്ങളല്ല. അതുകൊണ്ടാണ് ഞാനത് ഉൾക്കൊള്ളാത്തത്. അത് വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കാം, അത് ആചരിക്കുന്നവർക്ക് അത് ആചരിക്കാം. ഇവിടെ ഈ ലോകത്ത് ഭൂമിയിൽ അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ അതിനെതിരല്ല. പക്ഷേ എന്റെ വിശ്വാസം, ഞാൻ എന്റെ റബ്ബിനെ പരിശുദ്ധപ്പെടുത്തുന്നവനാണ്. എന്റെ റബ്ബിന് നിരക്കാത്തതൊന്നും ഞാൻ വിശ്വസിക്കൂല. എന്റെ റബ്ബിനെ കുറിച്ച് അരുതാത്തത് ആരൊക്കെ എവിടെ പറഞ്ഞാലും, റബ്ബിന് മക്കളുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്, അള്ളാഹ്ക്ക് മക്കളുണ്ട്, അള്ളാഹു പിതാവാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അഥവാ അവന് പുത്രനുണ്ട് അപ്പൊ പിതാവ്, അതല്ലെങ്കിൽ അവന് ഇണയുണ്ട് ഇപ്പൊ ഭർത്താവാണ്, അവന് ഇണയുണ്ട് തുണയുണ്ട് എന്ന് പറയുന്നവർ, അവന് പങ്കാളികളുണ്ടെന്ന് പറയുന്നവർ, അങ്ങനെ പല ആളുകളുണ്ട് ലോകത്ത്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ചില ഔലിയാക്കളാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. കോഴിക്കോടുകാരനായ ഒരു CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് അള്ളാഹു ഒഴികെയുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവനും സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മാപ്പിളമാരുണ്ട്. ആ വ്യക്തി ഒന്ന് കണ്ണടച്ചാൽ ഇവിടെ പാറിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും, കപ്പലുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾ മുങ്ങിത്താഴും, ഇവിടെയുള്ള ട്രെയിനുകൾ കൂട്ടിയിടിക്കും, പ്രപഞ്ചം ആകെ തകരാറിലാകും എന്ന് പച്ചയായി വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ എന്റെ ആശയം എന്താ? അത്തരം നിന്നെക്കുറിച്ച് അരുതാത്ത കാര്യങ്ങൾ പറയുന്ന കക്ഷികളിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാണ്. എന്റെ റബ്ബ് മഹാപരിശുദ്ധൻ. അപ്പൊ എന്റെ വിശ്വാസത്തിൽ മാലിന്യം കലർന്നിട്ടില്ല എന്ന പ്രഖ്യാപനമാണത്, തീർന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ് പറയുന്ന മുസ്ലിമീങ്ങളോട് ഞാൻ അടുത്ത കാര്യം പറയാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അതെന്താ? എനിക്കെന്റെ മതമാണ് സത്യം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന്റെ അർത്ഥം മറ്റു മതങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ പാടില്ല എന്നല്ല. എനിക്കെന്റെ മതമനുസരിച്ച് വിശ്വസിക്കാം. അതേപോലെ മറ്റു മതസ്ഥൻ അവന്റെ മതമാണ് സത്യം എന്ന് വിശ്വസിച്ചോട്ടെ, അതിനവന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ ഈ കളത്തിൽ നിൽക്കുകയും മുസ്ലിമാണെന്ന് പറയുകയും എന്നിട്ട് അപ്പുറത്തുള്ളവന്റെ വിശ്വാസത്തെ, ആചാരത്തെ, അനുഷ്ഠാനത്തെ ഞാനും എന്റെ ചുമലിലേറ്റുന്നുവെങ്കിൽ അവൻ കപടനാണ്. അവന് സുബ്ഹാനല്ലാഹ് പറയാൻ യോഗ്യതയില്ല. അടുത്ത ദിവസം ഒരു പ്രത്യേകമായ ഒരു മതത്തിന്റെ ആചാരത്തിന്റെ ഘോഷയാത്രയിൽ തട്ടമിട്ട പർദ്ദയിട്ട ഒരു മുസ്ലിം ഉമ്മ പങ്കെടുത്തു. സ്വന്തം മകനെ
ഒരു ദൈവത്തിന്റെ വേഷം കെട്ടിച്ചുകൊണ്ട് വീൽ ചെയറിലാക്കിക്കൊണ്ട് അങ്ങനെ അങ്ങാടികളിലൂടെ നടന്നു. നമ്മുടെ മീഡിയകൾ വൻ കവറേജ് നൽകി. അതവരുടെ വിശ്വാസം, ആ മതത്തിന്റെ വിശ്വാസം. അവർക്ക് ഏത് യാത്രയും സംഘടിപ്പിക്കാം, എന്തും വിശ്വസിക്കാം, ആരെക്കുറിച്ച് എന്തും വിശ്വസിക്കാം, അവർക്ക് പ്രവർത്തിക്കാം. ഈ രാജ്യത്ത് അതിന് സ്വാതന്ത്ര്യമുണ്ട്, അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഇസ്ലാമിന്റെ വേഷമാണെന്ന് തോന്നിക്കുന്ന ഒരു വേഷം ധരിച്ച ഒരു ഉമ്മ സ്വന്തം വയറ്റിൽ പറന്ന ആ കുഞ്ഞിനെ ഒരു വേഷം, പ്രത്യേകമായ ഒരു ദൈവ വേഷം കെട്ടിച്ചുകൊണ്ട് അങ്ങനെ നടത്തിയത് എന്തിന്റെ പേരിലാണ്? ആർക്ക് വേണ്ടിയാണ്? ആരെ തൃപ്തിപ്പെടുത്താനാണ്? ആരുടെ കൈയടി കിട്ടാനാണ്? ആ വേഷം അവർ ധരിച്ചതോ അതോ ആ യാത്രക്ക് വേണ്ടി അവർ എടുത്തണിഞ്ഞതോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ആ പവിത്രമായ ഒരു പർദ്ദ വേഷം എന്ന് ധരിച്ച ഒരു സ്ത്രീക്ക്, ആ വേഷം ഉദ്ഘോഷിക്കുന്ന ഇസ്ലാമികമായ തൗഹീദ് ഉൾക്കൊണ്ട ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് തന്റെ കുഞ്ഞുമോനെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. കാരണം അവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല. എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞിളം മനസ്സിലേക്ക് അനാവശ്യമായ വിശ്വാസങ്ങളോടുള്ള ആ ബഹുമാനത്തെ എങ്ങനെ ഉണ്ടാക്കുവാൻ സാധിച്ചു? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലരൊക്കെ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്ന വ്യക്തി പള്ളിയിലൊക്കെ വെള്ളിയാഴ്ച പങ്കെടുക്കുക, വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ 5 നേരം പള്ളിയിലൊക്കെ വരുന്നയാള് അമ്പലത്തിൽ പോയി തൊഴുക. ഇതാണ്, ഇങ്ങനെ ചെയ്താലേ ഇവിടെ സൗഹാർദ്ദം ഉണ്ടാവുകയുള്ളൂ എന്ന് ഏതൊക്കെയോ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതല്ല സൗഹാർദ്ദം. സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമാണ്, എന്റെ കൊണ്ട്, അതുപോലെ മറ്റപ്പുറത്തുള്ളവൻ അവന്റെ മതം അതാണ് ശരിയെന്ന് അവൻ വിശ്വസിച്ചോട്ടെ. അത് നിലനിർത്തിക്കൊണ്ട് മാനുഷികമായ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സഹായിച്ചും സഹകരിച്ചും കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള സൗഹാർദ്ദം. മതസൗഹാർദ്ദം എന്നതിന് പറയാമെങ്കിൽ അങ്ങനെ പറയാം, ഇല്ലെങ്കിൽ മാനവിക സൗഹാർദ്ദം. ഒരൊറ്റ ഉദാഹരണം പറയാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ആഹരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഒരു മുസൽമാന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ അപ്പുറത്തുള്ള അയൽവാസി പട്ടിണിയിലാണ്. അവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും പറഞ്ഞില്ല നീ അയൽവാസിയുടെ മതം നോക്കണം എന്ന്. നിന്റെ അയൽക്കാരൻ ഹിന്ദുവാണോ, എന്നാ പട്ടിണി കിടന്നോട്ടെ. നിന്റെ അയൽക്കാരൻ ക്രിസ്ത്യാനിയാണോ, എന്നാ പട്ടിണി കിടന്നോട്ടെ. അങ്ങനെയാണോ മുത്ത് മുസ്തഫ പഠിപ്പിച്ചത്? അല്ല. അവൻ ആരെന്ന് നീ നോക്കരുത്. അവന്റെയും അവന്റെ കുഞ്ഞുമക്കളുടെയും വിശപ്പ് നിന്റെയും വിശപ്പാണ്. അവിടെ പട്ടിണിയാണോ, കൊണ്ടുപോയി കൊടുക്കണം ഭക്ഷണം. അവിടെ മതം നോക്കരുത്. അതേ അവസരത്തിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ എന്നോട് നിങ്ങളോട് പറഞ്ഞിടത്ത് ലക്കും ദീനുക്കും വലിയ ദീൻ എന്നൊരു വലിയ ആശയമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്കെന്റെ മതം. മതങ്ങളുടെ ആശയങ്ങളെ, മതവിശ്വാസങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടും കൊടുക്കുക. മറ്റുള്ളവന്റെ ആഘോഷം വരുമ്പോ അവന്റേതായ ഡ്രസ്സൊക്കെ ധരിച്ച് സാരിയൊക്കെ ഉടുത്ത് ആ രൂപത്തിൽ തുള്ളിച്ചാടി മുസ്ലിം ഉമ്മമാരെന്ന് പറയുന്നവർ, തട്ടമിട്ട ഉമ്മച്ചിക്കുട്ടികൾ എന്ന് പറയുന്നവർ ആടി തിമർക്കുക മറ്റുള്ളവന്റെ ആഘോഷത്തിൽ. ആരാ പഠിപ്പിച്ചത്? അതുപോലെ തന്നെ മറ്റുള്ളവന്റെ വിശ്വാസങ്ങളെ പേറിക്കൊണ്ട് അവന്റേതായ ആഘോഷങ്ങൾ വരുമ്പോ വീട്ടിന്റെ മുറ്റത്ത് സ്റ്റാർ തൂക്കിയിടുക. ആരാണിത് പഠിപ്പിച്ചത്? ആരാണ് ഈ സൗഹാർദ്ദം പഠിപ്പിച്ചത്? ഇതല്ല സൗഹാർദ്ദം. ഇങ്ങനെയൊക്കെ ചെയ്താലേ മതസൗഹാർദ്ദം അല്ലെങ്കിൽ മനുഷ്യ സൗഹാർദ്ദം ആവുള്ളൂ. അല്ലാത്തോനൊന്നും ഇന്ത്യ രാജ്യത്ത് ജീവിക്കണ്ട എന്നിടത്തേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? എങ്കിൽ അത് അപകടമാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാചകത്തിന്റെ പ്രസക്തി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധൻ എന്നത് ആത്മാർത്ഥമായിട്ടാണോ ഞാൻ എന്റെ നാവ് കൊണ്ട് പറയുന്നതെങ്കിൽ ഞാൻ പ്രഖ്യാപിക്കുന്നത് എന്റെ റബ്ബ് മഹാപരിശുദ്ധനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ എന്റെ റബ്ബിന്റെ ഖുർആൻ മുഴുവനും പരിശുദ്ധമാണ്, അതിൽ കളങ്കമില്ല. എന്റെ റബ്ബ് അയച്ച റസൂല് വിശുദ്ധനാണ്, അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും സത്യമാണ്. അതാണ് എന്റെ സംസ്കാരം, അതാണ് എന്റെ സംസ്കാരം, അതാണ് എന്റെ സംസ്കാരം. അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്. 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയില്ലേ? കൈയും കെട്ടിയിട്ട് എന്താ പറയുന്നത്? ആ പറയുന്ന വാചകത്തോട് കൂറുണ്ടോ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല.
ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ മറ്റനുഷ്ഠാനങ്ങൾ, എന്റെ ജീവിതം, ഇനി ഞാൻ മരിക്കുമ്പോ എന്റെ മരണം പോലും റബ്ബേ നീ പൊരുത്തപ്പെടുന്ന വിധത്തിലേ അതുണ്ടാവുകയുള്ളൂ. നിനക്ക് എല്ലാ അർത്ഥത്തിലും നിനക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണ്. റബ്ബുൽ ആലമീനിന് വേണ്ടിയായിരിക്കും ഞാൻ. ലാ ശരീക ലഹു, അവൻ ഒരു പങ്കാളിയുമില്ല. വബിദാലിക ഉമിർതു, അങ്ങനെ തന്നെ വിശ്വസിക്കാനും ആചരിക്കാനും ജീവിക്കാനും കൽപ്പിക്കപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് വാന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസൽമാനാണ്. ഇത് 5 നേരം കയ്യും കെട്ടി പറയുന്ന ഒരു വ്യക്തിക്ക്, ആണാവട്ടെ പെണ്ണാവട്ടെ, ആ റബ്ബ് പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ ആദർശത്തെ മറ്റുള്ളവന്റെ കാൽക്കൽ കൊണ്ടുപോയി അടിയറ വെച്ചിട്ട് ഞാൻ നിങ്ങളാളാന്ന് പറഞ്ഞ് ആരുടെ തൃപ്തിയാടോ ഈ നോക്കുന്നത്? ആരാ നിന്നെ തൃപ്തിപ്പെടാൻ? റഹ്മാനായ റബ്ബ് കൈവടിഞ്ഞാൽ ആരും ഇവിടെ സഹായിക്കാനില്ല. അതുകൊണ്ട് ആരും വിചാരിക്കണ്ട ആരുടെയെങ്കിലും കൂടെ കൂടിക്കൊടുത്താൽ അവരൊക്കെ നമ്മളെ ഇങ്ങനെ വല്ലാതെ സഹായിക്കുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇവിടെ റഹ്മാനായ റബ്ബിന്റെ സഹായം നഷ്ടപ്പെട്ടാൽ ലോകം മുഴുവൻ പറയാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും കാര്യമില്ല. മറിച്ച് അള്ളാ നമ്മളെ ഇഷ്ടപ്പെട്ടോ, ലോകം മുഴുവൻ പറയാണ് ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞാലും നമുക്കത് പ്രശ്നമേ അല്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അധികരിപ്പിച്ചോളൂ ഇസ്ലാമിന്റെ ദിക്റുകൾ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ അർത്ഥറിഞ്ഞു പറയണം. അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇതാണ് മുസ്ലിമിന്റെ ആശയം. ഇതാർക്കെതിരെയുമുള്ള കൊലവിളിയല്ല, ഇതാർക്കെതിരെയുമുള്ള സമരപ്രഖ്യാപനമല്ല, ആരുടെയെങ്കിലും ആരാധനാലയങ്ങളെയോ ആചാരാനുഷ്ഠാനങ്ങളെയോ തച്ചുടക്കാനുള്ള വാചകങ്ങളല്ല. മുസൽമാന്റെ ഐഡന്റിറ്റിയാണത്. അതവൻ കാത്തു സൂക്ഷിക്കണം. എന്താ കാരണം എന്നറിയോ? മരിച്ചു പോണം. ഖബറിൽ ഒറ്റക്കാണ്, മഹ്ശറിൽ ഒറ്റക്കാണ്, വിചാരണ നേരിടേണ്ടത് ഒറ്റക്കാണ്. അതുകൊണ്ട് ഇസ്ലാം എന്താണെന്ന് പഠിക്കുക. അല്ലാതെ അവിയൽ സംസ്കാരത്തിന്റെ വക്താക്കളായി പോയാൽ ദുനിയാവ് ഉണ്ടാവൂല, ആഖിറം ഉണ്ടാവൂല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പവിത്രമായ കൃത്യമായ മേഖലയിലേക്കുള്ള വഴികാട്ടികളും ദിശാസൂചികളും വിളക്കുമാടങ്ങളുമാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകൾ എന്ന് ആവർത്തിച്ച് ഞാൻ എന്നെ ഒന്നുകൂടി നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാം നിങ്ങൾ പഠിക്കണം, അർത്ഥമറിയണം, ആശയമറിയണം, ജീവിതത്തിന്റെ ഭാഗമാകണം. നമ്മുടെ കുടുംബാംഗങ്ങളിൽ അതുണ്ടാവണം. സമാധാനം 2 ലോകത്തും അല്ലാഹു ചൊരിയും. ദാരിദ്ര്യത്തിലാണെങ്കിൽ പോലും സമാധാനമുണ്ടാകും. അതാണ് വലുത്. റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും റബ്ബിന്റെ കാവൽ നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായി കിടക്കുന്ന പലർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മറ്റു ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു ജഹന്നമിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.